തെരഞ്ഞെടുപ്പ് തിരക്കുകളെല്ലാം അവസാനിച്ച് വി ജോയി നാട്ടുകാരുടെ ജോയി എണ്ണൻ ഇവിടെ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കണക്കുകൂട്ടലുകളും മറ്റ് ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകളൊക്കെ ശേഖരിക്കാനുണ്ട്. പാർട്ടി നേതാക്കളുമായുള്ള ആശയവിനിമയമൊക്കെ നടത്താൻ പോവുകയാണ്. അതിനു മുമ്പാണ് നമ്മളോടൊപ്പം വി ജോയി തന്നെ ചേരുന്നത്. എങ്ങനെയുണ്ട് ജോയിയുടെ വിജയപ്രതീക്ഷ? അല്ല, ഞങ്ങൾ നടത്തിയിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് വർക്കിൻ്റെ ഭാഗമായി ഒരു അഭിമാനകരമായിട്ടുള്ള വിജയം വരുമെന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും LDF അനുകൂലമായി കഴിഞ്ഞ 2 തവണയും ഉള്ള മണ്ഡലങ്ങളാണ്. അവിടെ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നു. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഈ പോളിംഗ് ശതമാനത്തിൽ ഒരു 76 അടുക്കുന്ന നിലയിലേക്ക് പോളിംഗ് എത്തുന്നു. ഒരു 70% മുകളിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പോളിംഗ് ശതമാനത്തിലെ മറ്റ് മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള വർധനവ് എങ്ങനെയാണ് അനുകൂലമായി വരുന്നത്? ഇല്ല, വർധനവ് വരത്തില്ല. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞ തവണ 74 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊരു 70 നിൽക്കാനാണ് സാധ്യത. ഒരു 4% പിന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറവായിട്ട് വരും. 4% വോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 50,000 പുറത്ത് വോട്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട് ഇപ്പോൾ ചെയ്യാതെ പോയിട്ടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മാക്സിമം വോട്ട് ഞങ്ങൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു മെഷീനറി തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ച് ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വോട്ട് വരാതിരുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു വിജയം പ്രതീക്ഷിക്കാമെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ പലയിടത്തും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കണക്കുകൾ അങ്ങനെയാണ് ബൂത്തുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളായിരുന്നു LDFൻ്റെ തോൽവിക്ക് ഒരു പ്രധാന ഘടകമായി വന്നത്. വി മുരളീധരൻ അത്തരം വോട്ടുകൾ കിട്ടാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് BJP ക്യാമ്പ് തന്നെ പറയുകയും ചെയ്യുന്നത്. അല്ല, അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ട് പൊളിയാനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. രണ്ടാമത്തെ കാര്യം, BJP കുറേയധികം കോൺഗ്രസ് വോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം തിരിച്ച് BJP വോട്ട് കോൺഗ്രസ്സിന് കൊടുത്തിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. എനിക്ക് തോന്നുന്നു അതിനൊരു പ്രത്യുപകാരമായിട്ട് ഇപ്രാവശ്യം കുറച്ച് വോട്ട് BJP പർച്ചേസ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ വോട്ടിൻ്റെ കുറവ് അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു വിജയം നമുക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഏറ്റവും കൂടുതൽ ഒന്ന് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനൊപ്പം അടൂർ പ്രകാശ് മണ്ഡലത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടുതലായി ഒരു MPയുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് എന്നാണ് തോന്നുന്നത്. അതുകൂടി ജനങ്ങൾ അടൂർ പ്രകാശിനോടുള്ള ഒരു വിരോധമായി കണ്ടിട്ടുണ്ടാകും. UDF സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ മൈനസ് പോയിൻ്റ് അതായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ തന്നെ സാറിനെ നേരത്തെ കണ്ടില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു വർത്തമാനം വന്നത് മാനസികമായി പുള്ളിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ പുള്ളി വളരെ പുറകോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നെഗറ്റീവ് മാർക്കായിട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡ്രാബാക്കിന് പ്രധാനപ്പെട്ട കാരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണത്. ആദ്യം മുതൽ ഒരു തോൽവി മുന്നിൽ കണ്ടിരുന്നു UDF സ്ഥാനാർത്ഥി. അതുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ട് ആരോപണം വീണ്ടും വരുന്നു, നിരന്തരമായി ഉന്നയിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ഏറ്റവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൊട്ട് തലേദിവസം വരെ അത്തരത്തിലുള്ള അവർ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അതേ ആരോപണം തന്നെ ഉന്നയിച്ചാണ് പോയത്. തോൽവി നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു UDF സ്ഥാനാർത്ഥി. അല്ല, തീർച്ചയായിട്ടും അവരൊരു അഡ്വാൻസ് ബെയിൽ എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പറയണമല്ലോ, തോൽവിക്കൊരു കാരണം പറയണമല്ലോ. അപ്പോൾ തോൽവിക്ക് കാരണം ഞാൻ മണ്ഡലത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു പൊരുത്തക്കേടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തോൽവിയുടെ കാരണം ഇരട്ട വോട്ടാണ് അല്ലെങ്കിൽ കള്ള വോട്ട് ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. പക്ഷേ ഔദ്യോഗികമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് അതിനെ എതിർത്തുകൊണ്ട് അങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനങ്ങൾ ആ കാര്യത്തിൽ വന്നിട്ടും വീണ്ടും പിടിച്ചു നിൽക്കുകയാണ്. കാരണം ഇത് പറഞ്ഞ് എങ്ങനെയെങ്കിലും തടി തപ്പാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. എന്തായിരുന്നാലും ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പൂർണ്ണമായ വിജയപ്രതീക്ഷയിലാണ് നാട്ടുകാരുടെ ജോയി എണ്ണൻ. വീട്ടിലാണ്. ഇനി പുറത്തേക്കിറങ്ങി പൂർണ്ണമായിട്ടുള്ള കണക്കുകളൊക്കെ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ വിജയപ്രതീക്ഷ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് വി ജോയി. ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.